ഒരു സിനിമയിൽ പ്രധാനപ്പെട്ട നടനോ നടിയോ ഗസ്റ്റ് റോൾ ചെയ്യുന്നുണ്ടെന്നറിയുമ്പോൾ അത് ആരാണ്, ഏത് റോളാണ് ചെയ്യുന്നത് എന്നൊക്കെ അറിയാൻ ആഗ്രഹമുള്ളവരാണ് നമ്മളെല്ലാവരും. അത്തരത്തിൽ വന്ന് നമ്മളെല്ലാവരെയും ഞെട്ടിച്ച ഒരുപാട് കഥാപാത്രങ്ങളുണ്ട്. എന്നാൽ പല മലയാള സിനിമകളിലും കേവലം ഒരു സീനിൽ മാത്രം ഗസ്റ്റ് റോളായി വന്ന് അഭിനയിച്ച പ്രധാന നടീനടന്മാരും ഉണ്ട്. അതുകൂടാതെ ചില സിനിമകളിൽ പ്രധാന കഥാപാത്രങ്ങൾക്ക് ഒരു സീനിൽ മാത്രം ഡ്യൂപ്പ് കൊടുത്ത നടീനടന്മാരും ഉണ്ട്. അവർ ആരൊക്കെയായിരുന്നുവെന്നും ഏത് ഭാഗത്താണ് അവർ അഭിനയിച്ചതെന്നും അറിയുമ്പോൾ അക്ഷരാർത്ഥത്തിൽ നമ്മൾ ഓരോരുത്തരും ഞെട്ടിപ്പോകും. അത്തരത്തിൽ മലയാള സിനിമയിൽ അഭിനയിച്ച ചില നടീനടന്മാരും അവരുടെ സിനിമകളും ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. നമ്പർ 1, മോഹൻലാൽ. ചാണക്യൻ. 1989 TK രാജീവ് കുമാർ സംവിധാനം ചെയ്ത് കമൽഹാസൻ അഭിനയിച്ച ത്രില്ലർ സിനിമയാണ് ചാണക്യൻ. ഈ സിനിമയുടെ ഷൂട്ടിംഗ് സമയത്ത് ആ സെറ്റിൽ വന്ന മോഹൻലാലിനോട് ചിത്രത്തിന്റെ സംവിധായകനും മോഹൻലാലിന്റെ ഉറ്റ സുഹൃത്തുമായ TK രാജീവ് കുമാർ കമൽഹാസനെയും മോഹൻലാലിനെയും വെച്ച് തന്റെ സിനിമയുടെ ഭാഗമാകാൻ ആഗ്രഹിക്കുന്നുവെന്ന് അറിയിച്ചു. അതിനായി ഒരു സീനിൽ മോഹൻലാലിന്റെ കൈകൾ മാത്രം അഭിനയിക്കുന്നതിനു വേണ്ടിയുള്ള ഒരു ഷോട്ട് അദ്ദേഹം ക്രമീകരിക്കുകയുണ്ടായി. എത്ര വിചിത്രമായ സംഭവമല്ലേ. നമ്പർ 2, ഹക്കീം ഷാ. ചാർലി. 2015 മാർട്ടിൻ പ്രക്കാട്ട് സംവിധാനം ചെയ്ത ദുൽഖർ സൽമാൻ അഭിനയിച്ച സൂപ്പർ ഹിറ്റ് സിനിമയാണ് ചാർലി. ഈ സിനിമയിലെ ഒരു കരിമുകിലിന് എന്ന് തുടങ്ങുന്ന ഗാനത്തിലെ ഒരു സീനിൽ കുതിരയോടൊപ്പം ഓടുന്ന ദുൽഖറിന് കാലിന് പെയിൻ വരികയും ആ സമയം അവിടെ ഡയറക്ഷൻ ടീമിലുണ്ടായിരുന്ന ഹക്കീം ഷായ്ക്ക് കോസ്റ്റ്യൂം അണിയിപ്പിച്ചുകൊണ്ട് അദ്ദേഹത്തിനെ ദുൽഖർ സൽമാന് പകരം ഓടുകയും ആ ലെഗ് പോർഷൻ ഷൂട്ട് ചെയ്യുകയും ചെയ്തു. ആ പാട്ടിൽ കാണുന്ന ലെഗ് അത് ഹക്കീം ഷായുടേതാണ്, ദുൽഖറിന്റേതല്ല. ഇത് ഹക്കീം ഷാ ഒരു ഇന്റർവ്യൂവിൽ പറയുകയും ചെയ്തിട്ടുണ്ട്. നമ്പർ 3, നയൻതാര. മനസ്സിനക്കരെ. 2003 സത്യൻ അന്തിക്കാട് സംവിധാനം ചെയ്ത് എക്കാലത്തെ മികച്ച മലയാള കുടുംബ ചിത്രമാണ് മനസ്സിനക്കരെ. ഇത് നയൻതാരയുടെ ആദ്യ ചിത്രവും കൂടിയാണ്. ഈ സിനിമയുടെ ക്ലൈമാക്സ് പോർഷനിൽ ജയറാം ഷീലയെ വീട്ടിൽ നിന്നും വിളിച്ച് തന്റെ സ്കൂട്ടറിൽ കയറ്റി പാടവരമ്പത്തുള്ള വഴിയിലൂടെ ഓടിച്ചു പോകുന്നുണ്ട്. എന്നാൽ ഷീലയ്ക്ക് സ്കൂട്ടറിൽ കയറി ആ വഴിയിലൂടെ പോകാൻ ഭയമുള്ളതുകൊണ്ടും റിസ്ക് എടുക്കാൻ തയ്യാറല്ലാത്തതുകൊണ്ടും പകരം നയൻതാരയാണ് ഷീലയുടെ കോസ്റ്റ്യൂം അണിഞ്ഞ ജയറാമിന്റെ കൂടെ ക്ലൈമാക്സിൽ ആ വഴിയിലൂടെ സ്കൂട്ടറിൽ പോകുന്നത്. നമ്പർ 4, ഉർവശി. ആറാം തമ്പുരാൻ. 1997 ഷാജി കൈലാസ് സംവിധാനം ചെയ്ത് മോഹൻലാലിന്റെ കരിയറിലെ എക്കാലത്തെയും ഒരു സൂപ്പർ ഹിറ്റ് സിനിമയാണ് ആറാം തമ്പുരാൻ. ഇതിലെ പാട്ടുകളും അത്രമേൽ മനോഹരമാണ്. ഈ സിനിമയിലെ ഹരിമുരളീരവം എന്ന ഹിറ്റ് ഗാനത്തിൽ കണ്ണുകൾ മാത്രം കാണിച്ചുകൊണ്ട് മുഖം മറച്ചു വെച്ചുകൊണ്ട് ഓടുന്ന ഒരു പെൺകുട്ടിയെ നമുക്ക് കാണാൻ കഴിയും. യഥാർത്ഥത്തിൽ അത് സാക്ഷാൽ ഉർവശി തന്നെയാണ്. ഈ ഒരു പാട്ടിനു വേണ്ടി ആ സിനിമയിൽ ഒരു ഗസ്റ്റ് റോൾ അഭിനയിക്കുകയാണ് ഉർവശി ചെയ്തത്. എന്നാൽ വളരെ രസകരമായ സംഗതി, ഈ പാട്ട് ഷൂട്ട് ചെയ്തത് ഷാജി കൈലാസ് അല്ല, പകരം പ്രിയദർശനാണ്. നമ്പർ 5, ജയറാം. വെട്ടം. 2004 പ്രിയദർശൻ എഴുതി സംവിധാനം ചെയ്ത എക്കാലത്തെയും മികച്ച കോമഡി മൂവിയാണ് വെട്ടം. ഈ സിനിമയിൽ മലയാളത്തിലെ ഒരുപാട് മികച്ച ഹാസ്യ സാമ്രാട്ടുകളെ ഒരുമിച്ച പല സീനുകളും ഒരുമിച്ച് കാണാൻ കഴിയുന്നുണ്ട്. അതാണ് ഈ സിനിമയുടെ വലിയൊരു പ്രത്യേകത. വരുന്നവരും പോകുന്നവരും എന്തിന് വെറുതെ നിൽക്കുന്നവരും വരെ നമ്മളെ കുടുകുടാ ചിരിപ്പിച്ച ഒരു സിനിമയാണ് വെട്ടം. ഈ സിനിമയിൽ കലാഭവൻ മണി മാലയുടെ അച്ഛനായ കൊച്ചിൻ ഹനീഫയെ കണ്ട് പേടിച്ച് ഒരു കാറിന്റെ ഉള്ളിൽ തലയിടുന്നതായി നമുക്ക് കാണാൻ സാധിക്കും. ആ കാറിന്റെ ഡ്രൈവർ മറ്റാരുമല്ല, നമ്മുടെ സ്വന്തം ജയറാമേട്ടനാണ്. അദ്ദേഹം തന്നെയാണ് ആ സിനിമയിൽ ആ കഥാപാത്രത്തിന് ഡബ്ബ് ചെയ്തതും. ഇനിയൊരു പക്ഷേ സിനിമ കാണുമ്പോൾ നിങ്ങൾ ഒന്ന് സൂക്ഷിച്ചു നോക്കിയാൽ ഇത് വളരെ വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കും. നമ്പർ 6, ജഗദീഷ്. ചിത്രം. 1988 പ്രിയദർശൻ സംവിധാനം ചെയ്ത് ഒരു വർഷം തിയേറ്റർ ബ്ലോക്ക് ബസ്റ്ററായി ഓടിയ സിനിമയാണ് ചിത്രം. തന്നെ അറസ്റ്റ് ചെയ്യാൻ വരുന്ന സോമനെ കണ്ട് പേടിച്ച് മരങ്ങൾക്കിടയിലൂടെ മോഹൻലാലിന്റെ ലെഗ് പോർഷൻസ് നമുക്ക് കാണാൻ കഴിയും. ആ കാലുകളുടെ ഭാഗം അത് ആക്ച്വലി ഓടുന്നത് മോഹൻലാൽ അല്ല, പകരം ജഗദീഷിന്റെ കാലുകളാണ് നമുക്കവിടെ കാണാൻ സാധിക്കുന്നത്. ആ ഒരു ലെഗ് പോർഷൻസ് മാത്രം ജഗദീഷിനെ വെച്ച് ഷൂട്ട് ചെയ്യുകയാണ് പ്രിയദർശൻ ചെയ്തത്.